2025 നീറ്റ് എക്സാമിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ. അപ്പൊ അടുത്ത വർഷം ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം. യെസ്, എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ കൺഫ്യൂസിംഗ് എന്ന് മിസ്റ്റർ പറയാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയോ? ഇതിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്, രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരും. സാധാരണ രണ്ട് ആൻസേഴ്സ് ഒക്കെ വരും, പക്ഷെ അപ്പൊ ഓപ്ഷൻസ് വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, അല്ലെങ്കിൽ ബോത്ത് എ ബി ആൻഡ് സി ആർ കറക്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ എന്താ പ്രശ്നം വരിക? നമുക്കറിയാം നീറ്റ് നിലവിൽ ഓഫ്ലൈൻ മോഡിൽ നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബബ്ലിങ് ചെയ്യാണ് ചെയ്യുക, നമ്മൾ OMR ഷീറ്റിൽ ബബിൾ ചെയ്യാണ് ചെയ്യുക. അപ്പൊ സാധാരണ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് തരും, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക, അത് നമ്മൾ ബബിൾ ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷൻസ് കറക്റ്റാ. അപ്പൊ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആണ്, നിങ്ങൾ എന്താ ചെയ്യുക? രണ്ടും ബബിൾ ചെയ്യോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യോ? എന്താണ് ആദ്യമായിട്ട് നീറ്റ് എഴുതാൻ പോകുന്ന ആളുകൾ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? അതേപോലെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതെന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം രണ്ട് ആൻസേഴ്സ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. The question is, out of the following complex compounds, which of the compound will be having the minimum conductance in solution? 4 കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 4 കോമ്പൗണ്ടുകളിൽ ഏതിനാണ് ഏറ്റവും കുറവ് കണ്ടക്ടൻസ് ഏറ്റവും കുറവ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടക്ടൻസ് ഏറ്റവും ലോ ആയിട്ടുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ ഈ കോർഡിനേഷൻ ഇപ്പൊ C3 മൂന്നാമത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനൊരു കോംപ്ലക്സ് പാർട്ടും ഉണ്ട്, നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാർട്ടും ഉണ്ട് അല്ലെ. ഈ കോർഡിനേഷൻ സ്പിയർ ആണ് ഇതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ട്. ഈ സ്പിയർ ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ട്. അപ്പൊ ഈ കോംപ്ലക്സ് പാർട്ടിന്റെ പ്രത്യേകത എന്താ? ഈ കോംപ്ലക്സ് പാർട്ടിലുള്ള ഈ ഒരു കോമ്പൗണ്ടിൽ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് പാർട്ട്. ഈ കോംപ്ലക്സ് പാർട്ടിനുള്ളിലുള്ള ആറ്റംസിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇവർ എന്ത് ചെയ്യത്തില്ല? ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. ഇതൊരു സിംഗിൾ പാർട്ടാണ്, അതുകൊണ്ട് അവർ എന്ത് ചെയ്യത്തില്ല? അവർ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നില്ല. സോ ഞാൻ ഈ ഒരു കോംപ്ലക്സ് എടുത്ത് വെള്ളത്തിലിട്ടാൽ എനിക്ക് എത്ര അയോണുകളാണ് കിട്ടുക? കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിലുള്ള ഈ Cl ആണ് എന്ത് ചെയ്യുന്നത് മക്കളെ? പ്രിസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ എനിക്കിതിനെ വെള്ളത്തിൽ ഇട്ടാല് എനിക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അയോണും കിട്ടും. ഈ മൊത്തം സ്പിയർ, ഓക്കെ, ഈ മൊത്തം സ്പിയറിനെയാണ് നമ്മൾ എന്ത് പറയാ? കോംപ്ലക്സ് എന്ന് പറയാ. ആ കോംപ്ലക്സ് അയോണും എനിക്ക് കിട്ടും. പുറത്ത് കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ 3 Cl ഉണ്ട്, Cl3 ആ. അതുകൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു കോംപ്ലക്സ് അയോണും അതേപോലെ തന്നെ 3 ക്ലോറൈഡ് അയോണുകളുമാണ്. ക്ലിയർ അല്ലേ? സോ ഇൻ ടോട്ടൽ 4 അയോൺസ് എനിക്ക് കിട്ടും. ക്ലിയർ? ഓക്കെ, യെസ്. എന്നാൽ ഈ രണ്ടാമത്തെ കോംപ്ലക്സും ഒന്നാമത്തെ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താ? കോർഡിനേഷൻ സ്പിയറിന്റെ വെളിയിൽ ഒറ്റ Cl പോലും ഇല്ല. കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലാണ് എല്ലാ ആറ്റംസും ഉള്ളത്. ആൻഡ് ഇനി ഫോർത്ത് കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലാണ് ഇത്രയും ആളുകൾ ഉള്ളത്, പുറത്ത് ഒരൊറ്റ Cl ആണുള്ളത്. സോ ഇതിനെ വെള്ളത്തിലിട്ടാൽ നിങ്ങൾക്ക് എത്ര അയോൺസ് ആണ് കിട്ടാൻ പോകുന്നത്? ഒരു കോംപ്ലക്സ് അയോണും ഇതിനുള്ളിലുള്ള ആൾക്കാർ ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, സിംഗിൾ എൻറ്റിറ്റി ആണ്. സോ ഒരു കോംപ്ലക്സ് അയോണും പുറത്ത് ഒരു Cl ഉള്ളത് കൊണ്ട് ഒരു Cl-ഉം ചേർത്ത് 2 അയോൺസ് ആണ് കിട്ടുക. ഇവിടെ നമുക്ക് 4 അയോൺസ് കിട്ടും, ഇവിടെ നമുക്ക് 2 അയോൺസ് കിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ അയോൺസ് എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത്, വെള്ളത്തിലിട്ടാൽ ഏറ്റവും കൂടുതൽ അയോൺസ് എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടക്ടൻസ് ഉള്ളത്. അയോൺസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഇലക്ട്രിസിറ്റിയെ കൊണ്ടുപോകാനുള്ള കഴിവ് കൂടുകയാണ്. സോ എവിടെയാണ് ഏറ്റവും കൂടുതൽ അയോൺസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവിടെയാണ് കണ്ടക്ടൻസ് ഏറ്റവും കൂടുതൽ. സോ ഇവിടെ കണ്ടക്ടൻസ് ഏറ്റവും കൂടുതലുള്ളത് ഈ മൂന്നാമത്തെ കോമ്പൗണ്ടിനാ. അതിനുശേഷം ഈ നാലാമത്തെ കോമ്പൗണ്ട്, ഇവിടെ 4 അയോണുകളുണ്ട്, ഇവിടെ 2 അയോണാണ്. സോ ഇതിനാണ് അതിനേക്കാളും കണ്ടക്ടൻസ് കുറവ്. ഇനി ഏറ്റവും കുറവ് കണ്ടക്ടൻസോ? ആദ്യത്തെ 2 കോംപ്ലക്സുകളുടെയും പുറത്ത് കൗണ്ടർ അയോൺസ് യാതൊന്നും തന്നെ ഇല്ല. Cl ഒന്നും പുറത്തില്ല, എല്ലാം ഉള്ളിൽ തന്നെയാ. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഈക്വൽ കണ്ടക്ടൻസ് ആണ്, ഒരേ കണ്ടക്ടൻസ് ആണ്. സോ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് ഓപ്ഷൻ 1ഉം അതേപോലെ ഓപ്ഷൻ 2ഉം ആണ്. അങ്ങനെയാണ് ഇനി ഏത് പിക്ക് ചെയ്യും? സോ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ബബിൾ ചെയ്യുക. ഇപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എ ബബിൾ ചെയ്യാം. ഇനി ഓപ്ഷൻ എ ബബിൾ ചെയ്യാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ചെയ്യാത്ത ആളുകൾ
ഓപ്ഷൻ ബി ചെയ്യുക. ഏതെങ്കിലും ഒരു ആൻസർ മാത്രം പിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ട് ആൻസറും എടുത്ത് എഴുതിയാൽ രണ്ടും കറക്റ്റ് ആണ് എന്ന് കരുതി രണ്ടും ബബിൾ ചെയ്താല് നിങ്ങൾക്ക് ഈ 4 മാർക്കും നഷ്ടപ്പെടും, പ്ലസ് ഒരു നെഗറ്റീവ് മാർക്കും കൂടെ ചേർത്ത് മൊത്തം 5 മാർക്കായിരിക്കും ലൂസ് സംഭവിക്കുക. 5 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാ ആൻസേഴ്സിലും എല്ലാ ഓപ്ഷൻസിലും മോർ ദാൻ 1 ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വന്നാൽ, മോർ ദാൻ 1 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പൊ 3 ഓപ്ഷൻസ് കറക്റ്റ് ആണെന്ന് കരുതുക, ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാം. ഇനി എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിലോ 4 ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് ഏതും അതിൽ നിന്ന് പിക്ക് ചെയ്യാം. ഓപ്ഷൻ 1 പിക്ക് ചെയ്യാം, ഒന്നുകിൽ ഓപ്ഷൻ 2 എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ 3 എടുക്കാം, ഓപ്ഷൻ 4 എടുക്കാം. അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അവിടെ മാർക്ക് കിട്ടുന്നതായിരിക്കും. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, ഒരെണ്ണം അറ്റൻഡ് ചെയ്യുന്ന ആൾ കറക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമേ നിങ്ങൾ പിക്ക് ചെയ്യാവും ഒറ്റ ടൈം. യെസ്. ഇനി ഒറ്റ ഓപ്ഷനും കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ NTA ഡ്രോപ്പ് ചെയ്യാണ്, ക്വസ്റ്റ്യൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് NTA ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിന്റെ മാർക്ക് കിട്ടും. അതിന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും എല്ലാ ആൻസേഴ്സും റോങ് ആണ്, എല്ലാ ഓപ്ഷൻസും റോങ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ NTA കളയാണ്, ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിന്റെ സ്കോർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു കറക്റ്റ് ആൻസർ മാത്രം പിക്ക് ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ നമ്പർ ഓഫ് അയോൺസ് ഗിവൺ ബൈ ദിസ് കോമ്പൗണ്ട് ഇൻ അക്വസ് സൊല്യൂഷൻ. ഈ ഒരു കോംപ്ലക്സ്, ഈ ഒരു കോമ്പൗണ്ട് അക്വസ് സൊല്യൂഷനിൽ വെള്ളത്തിലിട്ടാൽ എത്ര അയോൺസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഈസ് അവർ കോർഡിനേഷൻ സ്പിയർ. ഈ കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ ഒരു കോംപ്ലക്സ് അയോണും കോർഡിനേഷൻ സ്പിയറിന്റെ പുറത്ത് 4 Cl ഉണ്ട്. സോ ഒരു കോംപ്ലക്സ് അയോണും 4 ക്ലോറൈഡ് അയോണും ചേർത്ത് 5 അയോൺസ് ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ?